ബ്രസീലിലെ സൂപ്പർ താരം നെയ്മർ ജൂനിയർ സ്പാനിഷ് ക്ലബ് ബാഴ്സലോണയിലേക്ക് തിരിച്ചെത്തുന്നതായ റിപ്പോർട്ടുകൾ. നെയ്മർ ബാഴ്സയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഫുട്ബോൾ ഏജന്റ് ആന്ദ്രെ ക്യൂറി വെളിപ്പെടുത്തി. 2013 സാന്റോസിൽ നിന്ന് നെയ്മർ ക്യാമ്പ് നൗവിലെത്തുന്നതിൽ ക്യൂറിക്ക് നിർണായക പങ്കുണ്ടായിരുന്നു. അന്ന് നെയ്മറിനായി റയൽ മാഡ്രിഡും സജീവമായി രംഗത്തുണ്ടായിരുന്നു. സൗദി ക്ലബ് അൽ ഹിലാലുമായുള്ള കരാർ അവസാനിപ്പിച്ച അടുത്തിടെയാണ് താരം തന്റെ ബാല്യകാല ക്ലബ്ബായ സാന്റോസിലേക്ക് മടങ്ങിയെത്തിയത്. സാന്റോസിനൊപ്പം 7 മത്സരങ്ങളിൽ 3 തവണ വല ചലിപ്പിച്ച നെയ്മർ 3 ഗോളുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. 6 മാസത്തെ കരാറിലാണ് താരം സാന്റോസിൽ തുടരുന്നത്. ഈ സമ്മറിൽ തന്നെ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് മടങ്ങാൻ നെയ്മർ ശ്രമം നടത്തുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ക്യൂറി ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണിപ്പോൾ. കാറ്റലൻസ് താൽപര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ 33-കാരൻ ഏറെ സന്തോഷവാനായിരിക്കുമെന്നും ക്യൂറി സ്പാനിഷ് മാധ്യമത്തോട് വെളിപ്പെടുത്തി. ബാഴ്സ വിട്ട് 2017 നെയ്മർ ഫ്രഞ്ച് ക്ലബ് PSG-യിലേക്ക് പോകുന്നത്. 2023 സമ്മറിൽ PSG വിട്ട് സൗദി ക്ലബിലെത്തിയെങ്കിലും 18 മാസത്തെ കാലയളവിൽ വെറും 7 മത്സരങ്ങൾ മാത്രമാണ് താരം കളിച്ചത്. പരിക്കാണ് താരത്തിന് വില്ലനായത്. ബാഴ്സയിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ കരാർ തുക വെട്ടിക്കുറയ്ക്കാനും നെയ്മർ തയ്യാറാണ്. നെയ്മറെ ക്ലബിലേക്ക് മടക്കി കൊണ്ടുവരാൻ ബാഴ്സ ഇതിനിടെ പല ശ്രമങ്ങളും നടത്തിയിരുന്നു. 2019 ബാഴ്സ പ്രസിഡന്റ് ബർത്തിമി തന്നെ മുന്നിട്ടിറങ്ങിയെങ്കിലും കാര്യം നടന്നില്ല. സാന്റോസിലെത്തിയ നെയ്മർ തന്റെ പ്രതിഭയ്ക്ക് ഒരു കോട്ടവും വന്നിട്ടില്ലെന്ന് തെളിയിക്കുമ്പോഴും പരിക്കുകൾ വേട്ടയാടുന്ന 33-കാരനായ ബാഴ്സ പണമെറിയുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഹൈ പ്രസിംഗ് എന്ന വലിയ ഫിറ്റ്നസ് വേണ്ട കളിശൈലിയാണ് ഹാൻസി ഫ്ലിക്ക് ബാഴ്സയിൽ നടപ്പാക്കുന്നത്. പുതിയ ഫോർവേഡിനായി ബാഴ്സ അന്വേഷണത്തിലുമാണ്. ലിവർപൂളിന്റെ ലൂയിസ് ഡിയസ്, AC മിലാന്റെ റാഫേൽ ലിയാവോ, ന്യൂകാസിലിന്റെ അലക്സാണ്ടർ ഇസാക്ക് എന്നിവരെല്ലാം ബാഴ്സയുടെ റഡാറിലുണ്ട്. എന്നാൽ പണം ചെലവഴിക്കുന്നതിൽ ക്ലബിന് പരിമിതികളുണ്ട്. അങ്ങനെ വരുമ്പോൾ നെയ്മറിനായി ബാഴ്സ നീങ്ങുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.